കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026-27 അധ്യയന വർഷത്തേക്കുള്ള PGയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷന് പോയിട്ട് PG എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ CAP IDയും സെക്യൂരിറ്റി കീയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഒരു മാൻഡറ്ററി ഫീസ് അടയ്ക്കണം. ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾ 610 രൂപയും മറ്റുള്ളവർ 155 രൂപയാണ് അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രം ഈ ഫീസ് അടച്ചാൽ മതി. 20/6/2026 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് ഈ മാൻഡറ്ററി ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇതടയ്ക്കാത്ത പക്ഷം നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടമാവുകയും അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുകയുമില്ല. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കുന്നില്ലെങ്കിൽ ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തുടർന്ന് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. അപ്പം ഹയർ ഓപ്ഷനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ 1 മുതൽ 4 വരെ ഉള്ളതാണ് ഹയർ ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഈ 1 മുതൽ 4 വരെയുള്ളത് ഡിലീറ്റ് ചെയ്യാം. അതാണ് ഹയർ ഓപ്ഷനെ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ റദ്ദ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഈ 1 മുതൽ 4 വരെയുള്ള ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് 5ാമത്തെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാവും. ഈ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 20/6/2026 വൈകിട്ട് 5 മണി വരെ അവസരമുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അത് അഡ്മിഷൻ സമയത്ത് ആവശ്യമുണ്ടാവും. കേരളത്തിൻ്റെ പുറത്തുള്ള സർവകലാശാലകളിലോ സ്ഥാപനങ്ങളോ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അവർ മാത്രം ഇത് തയ്യാറാക്കിയാൽ മതി കേട്ടോ. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി.